അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫർള് നിസ്കാരങ്ങളിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെ റവാത്തിബ് സുന്നത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും സാധിക്കുന്നു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം, ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാ ദിവസവും 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തുൻ ഫിൽ ജന്ന, അള്ളാഹു തആല ഒരു ഭവനം സ്വർഗത്തിൽ അവന് വേണ്ടി നിർമ്മിച്ചു വെക്കുന്നതാണ്. ദുനിയാവിലുള്ള ഒരു വീട് എത്ര കഷ്ടപ്പാടാണ് നമുക്കൊന്ന് എടുത്തു കിട്ടാൻ. അതിന് എന്തെല്ലാം ടെൻഷൻ അടിക്കണം, എത്ര വിഷമങ്ങൾ സഹിക്കണം, എത്ര കടങ്ങൾ നാം അതിനു വേണ്ടി അനുഭവിക്കണം. അതുപോലെ തന്നെ അങ്ങനെ വീട് വെച്ച് താമസിച്ചാൽ തന്നെ എത്ര കാലം ആ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റും. എന്നാൽ സ്വർഗത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത മുത്തുവജ്ര മാണിക്യത്താലുള്ള അത്രയും മനോഹരമായ ഒരു വീട് നമുക്ക് ലഭിക്കാൻ മുത്തനബി പഠിപ്പിച്ചത് 22 റക്അത്ത് എല്ലാ ദിവസവും റവാത്തിബ് നിസ്കരിക്കണമെന്നാണ്. ളുഹറിന് മുൻപ് 4, ളുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പും ശേഷം 2, ഇശാക്ക് മുമ്പ് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. ഈ രൂപത്തിൽ 22 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ ഒരു ദിവസം സാധിച്ചാൽ അള്ളാഹു ഒരു ഭവനം സ്വർഗത്തിൽ അവന് നിർമ്മിച്ചു വെക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് ഫജ്റിന്റെ സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും കണിശതയോടുകൂടെ കൃത്യനിഷ്ഠതയോടുകൂടെ വളരെയധികം ശ്രദ്ധിച്ചൊരു സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരം. മുത്തനബി പറഞ്ഞത് കാണാം, റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഉത്തമമാണ്. ഈ ദുനിയാവ് ഉണ്ടാക്കാൻ നാം ഒരുപാട് കഷ്ടപ്പെടുന്നു, എന്തെല്ലാം അധ്വാനങ്ങൾ നേടുന്നു, എന്തെല്ലാം ജോലികൾ, എന്തെല്ലാം പ്രഷറുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കുന്നു. എന്നാൽ ഈ ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഹൈറായത്, നല്ലത്, ഉത്തമമായതെന്ന് പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും സുബ്ഹിക്കുമുള്ള സുബ്ഹി നിസ്കരിക്കുന്ന നാം അതിനു മുമ്പ് 2 റക്അത്ത് കൂടെ സുന്നത്ത് നിസ്കരിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായി നിസ്കരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും കൂടെ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ കുറവുകളും പരിഹരിച്ച് നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു പരിപൂർണമായ രൂപത്തിൽ ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.